പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ദൈവ കരുണയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ പുതുഞായറാഴ്ച നമ്മളുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൻ്റെ മേലൊക്കെ സ്വർഗത്തിൻ്റെ വലിയ കരുണ സമൃദ്ധമായിട്ട് ഒഴുക്കപ്പെടുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു ആനന്ദത്തിൻ്റെ ഒരു സ്പിരിറ്റ്. പ്രശ്നങ്ങളൊക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ട്. അത് ആരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഇല്ലാത്ത ജീവിതങ്ങളുണ്ട് സഹോദരങ്ങളെ. ഒന്നിനു പുറകെ ഒന്നായി പ്രതികൂലങ്ങളും പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴും ഇന്ന് ദൈവ കരുണയിൽ നമ്മൾ ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു ആനന്ദം വേണം. ഒപ്പം തന്നെ ഞങ്ങളുടെ പൂർവീകരുടെ മേലും ഞങ്ങളുടെ മേലും കരുണ വർഷിക്കണം. ഞങ്ങൾക്ക് ഈശോയെ ഗൗരവമായിട്ട് എടുക്കാൻ പറ്റാത്ത വിധത്തിൽ ഞങ്ങളുടെ വിശ്വാസ ജീവിതം കാടി ഉലയുകയാണ്. ഞങ്ങളുടെ മേൽ കരുണ വർഷിക്കണേ അപ്പാ എന്ന് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് റോമ 10:9. അവിടെ ശരിക്കും എന്ത് ചെയ്താലാണ് നീ രക്ഷപ്പെടുക എന്നാണ് വചനം പറയുന്നത്. വചനം പറയാണ്, ആകയാൽ യേശു കർത്താവാണ് എന്ന് അധരം കൊണ്ട് ഏറ്റു പറയണം. യേശുവേ 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 എന്ന് ശരിക്കും അധരം, അത് വചനം പറയാണ്. അത് വചനബന്ധിതമാണ്. ചിലരൊക്കെ പറയും എല്ലാം മിണ്ടാതിരുന്ന് പ്രാർത്ഥിച്ചാൽ മതി, കുർബാനയ്ക്കാണെങ്കിലും വാ തുറക്കണ്ട, അങ്ങനെ പ്രാർത്ഥിച്ചാൽ മതി. അങ്ങനെയല്ല വചനം പറയണത്. യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റു പറയണം. ഇനി എന്ത് വേണം? അതിനുശേഷം ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു, അവൻ ഇന്ന് ജീവിക്കുന്നുണ്ട്, ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. ഒന്ന്, അധരം കൊണ്ട് യേശു കർത്താവാണ് എന്ന് ഏറ്റുപറയണം. നമ്മൾ പാടാറില്ല, യേശു കർത്താവാണെന്നും യേശു ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. നമ്മുടെ ജീവിതത്തിലേക്ക് ആത്മശോധന ചെയ്യാൻ സഹോദരങ്ങളെ, നമ്മുടെ അധരം കൊണ്ട് യേശുവേ എന്ന ഹൃദയം കൊണ്ട് നമ്മളൊന്ന് വിളിച്ച് പ്രാർത്ഥിക്കാറുണ്ടോ? എൻ്റെ യേശുവേ, എൻ്റെ യേശുവേ. നമ്മൾ ചിലപ്പോഴൊക്കെ നമ്മൾ അയ്യോ എന്തെങ്കിലുമൊക്കെ പണ്ട് പേടിക്കുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ പറയുന്ന പേരല്ലേ അയ്യോ. പണ്ടത്തെ അപ്പൻ ചപ്പശന്മാരമ്മച്ചിമാരൊക്കെ അവർ പറയും, എടാ അയ്യോ എന്നല്ല യേശുവേ എന്ന് പറയും. നമുക്ക് ഗൗരവമായിട്ട് യേശുനാമത്തെ വിളിക്കാൻ സഹോദരങ്ങളെ. അതുപോലെ തന്നെ യേശു ഇന്നും ജീവിക്കുന്നവനാണ്. നമുക്ക് കുറേ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും സങ്കടങ്ങളും ഒറ്റപ്പെടലുകളും എല്ലാം ഉണ്ട്. പക്ഷേ യേശു ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. ഇത് ഹൃദയം കൊണ്ട് നമ്മൾ വിശ്വസിക്കണം. മനുഷ്യന്മാരാരും നമ്മളെ വില വെച്ചില്ലെങ്കിലും യേശു നമ്മെ വില വയ്ക്കും. യേശു നമ്മെ അമൂല്യരായി കണക്കാക്കും. ഹല്ലേലൂയ. ദൈവമേ, ദൈവകരുണയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ ദിനത്തിൽ പ്രത്യേകിച്ച് വിശുദ്ധ ഫൗസ്റ്റീനയുടെ മാധ്യസ്ഥത്തിൽ കർത്താവിൻ്റെ കരുണ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് ഒഴുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.